ഹായ് ഫ്രണ്ട്സ്, പോക്കറ്റ് മണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ടൈം 1 മിനിറ്റ് സ്പെൻഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പെൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മാസം 4000 രൂപ മുതൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഓൺലൈൻ ജോബ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇതിനകത്ത് പ്രായപരിധികളോ അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകളോ ഒന്നും ബാധകമാകാതെ എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു നല്ല വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൺലൈൻ ജോബ്സ് ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങൾ എത്തിക്കുക. കാരണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓൺലൈൻ ജോബാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണണം. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, ഇതിനകത്തുനിന്ന് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ അക്കൗണ്ട് സൈനപ്പ് ചെയ്യേണ്ടത്, ഇതിനകത്തുനിന്ന് എങ്ങനെയാണ് നമ്മൾ വിഡ്രോ ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. കാരണം നിങ്ങൾ സ്കിപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ആയിരിക്കും മിസ്സായി പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു വീഡിയോ, ഈ ഒരു ജോബ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസിലോട്ടാണ് നിങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഈ ഒരു സൈറ്റിൻ്റെ പേര് സ്റ്റാർ ക്ലിക്സ് എന്നാണ്. അപ്പോൾ നമുക്ക് വെറും 1 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് 4000 രൂപ മുതൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും ഒരു മാസം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വർക്ക് വരുന്നത് ആഡ്സ് കാണുന്നതാണ്. അപ്പോൾ 1 സെക്കൻഡ് 2 സെക്കൻഡൊക്കെ വരും. ആഡ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഒരു 4000 രൂപ നമ്മൾ ഏൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ ഈ ഒരു കമ്പനിയുടെ കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ ഇൻ്റർഫേസിൽ അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് 2 തരത്തിലുള്ള അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് പബ്ലിഷർ അക്കൗണ്ടും ഒന്ന് അഡ്വർടൈസർ അക്കൗണ്ടും. അപ്പം പബ്ലിഷർ അക്കൗണ്ടാണ് നമുക്ക് ഇതിനകത്ത് ഏൺ ചെയ്യാൻ വരുന്ന നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ളത്. അഡ്വർടൈസർ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇതിനകത്ത് പരസ്യങ്ങൾ കൊടുക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്കുള്ള അക്കൗണ്ടാണ് അഡ്വർടൈസർ അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ്സൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റ്, ഈ ഒരു സ്റ്റാർ ക്ലിക്സ് ത്രൂ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു സെക്ഷനൊന്നും നോക്കുന്നില്ല. ബിക്കോസ് നമ്മൾ ഏൺ ചെയ്യാൻ വരുന്നവരാണ്. നമുക്ക് ഇതിനകത്ത് എങ്ങനെ ഏൺ ചെയ്യാമെന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും, നമ്മുടെ വർക്കിൻ്റെ കാര്യങ്ങളും നമ്മുടെ പേ ഔട്ടിൻ്റെ കാര്യങ്ങളെല്ലാം അവർ ഫസ്റ്റ് ഇൻ്റർഫേസിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതൊക്കെ വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇൻകം പെയ്ഡ് ഇൻസ്റ്റൻ്റ്ലി. അപ്പോൾ നമുക്ക് നമ്മൾ ഏൺ ചെയ്യുന്ന ഇൻകം നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ അവർ പേ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക. ഇതിനകത്തെല്ലാം ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് വർക്ക് നമ്മുടെ അക്കൗണ്ട് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഇൻ്റർഫേസിൽ തന്നെ കാണുന്ന ആദ്യത്തെ സ്റ്റാർട്ട് നൗ കണ്ടോ, അതായത് പബ്ലിഷർ ഏൺ മണി എന്നൊക്കെ വരുന്നതിൻ്റെ താഴെയായിട്ട് കാണുന്ന ആ ഒരു സ്റ്റാർട്ട് നൗ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീണ്ടും ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 അക്കൗണ്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും പബ്ലിഷർ സൈനപ്പ് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് ആണ് അവർ ചോദിക്കുന്നത്. അത് കാണുമ്പോൾ നിങ്ങളാരും പേടിക്കണം. നമ്മളിപ്പോൾ ഏതൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്താലും നമ്മളവിടെ ഒരു ബയോ കൊടുക്കുമല്ലോ. അപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ബയോ നമ്മുടെ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ചോദിക്കുന്നത്. നമ്മുടെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തരണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും പിന്നെ അതിൽ വർക്ക് ചെയ്യുന്ന ആരാന്നൊക്കെ കമ്പനിക്ക് അറിയേണ്ട ആവശ്യങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇൻഫോർമേഷൻസ് അവർ കളക്ട് ചെയ്യുന്നത്. അത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, അതായത് നിങ്ങളുടെ പേരിൻ്റെ ആദ്യ ഭാഗം അവസാന ഭാഗമൊക്കെ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക. നിങ്ങളുടെ സിറ്റി കൊടുക്കുക. നിങ്ങളുടെ വേർ ഡു യു ലിവ്. അപ്പം നമ്മുടെ ഇന്ത്യ സെലക്ട് ചെയ്യണം, കൺട്രി. പിന്നെ പോസ്റ്റ് കോഡ്, അതായത് നമ്മുടെ പിൻ കോഡ് കൊടുക്കുക. പിന്നെ നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് പേയ്മെൻറ്റ് കാര്യങ്ങളാകുമ്പോഴത്തേക്ക് നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യാനായിട്ട് അവർ പറയും. അപ്പോൾ അക്കൗണ്ട് വെരിഫൈക്ക് വേണ്ടി അവർ നമ്മൾ കൊടുക്കുന്ന നമ്പറിലേക്ക് SMS ആണ് അയക്കുന്നത്. SMS ത്രൂ ആണ് നമ്മുടെ അക്കൗണ്ട്
വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിലവിൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കാം. നിങ്ങൾ വാട്സപ്പ് ഒന്നും യൂസ് ചെയ്യാത്ത നമ്പർ കൊടുത്താൽ മതി. അപ്പോൾ വാട്സപ്പുള്ള നമ്പർ കൊടുത്താലും യാതൊരു പ്രശ്നങ്ങളും ഇതിനകത്തും നമ്മളെ ആരും കോൾ ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾ അതൊന്നും ഓർത്ത് പേടിക്കുകയൊന്നും വേണ്ട. നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം അവർ സേഫായിട്ട് വെക്കുന്നതായിരിക്കും. അവർ ലീക്ക് ഔട്ടൊന്നും ചെയ്യത്തില്ല. അപ്പോൾ അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും വർക്കിംഗ് ആയിട്ടുള്ളൊരു നല്ലൊരു നമ്പർ കൊടുക്കുക. കാരണം ഇതിനകത്ത് നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യുന്നത് നിർബന്ധമാണ്. നമ്മൾ അക്കൗണ്ട് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പേയ്മെൻറ്റ് അവർ നമുക്ക് തരികയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് സൈൻ ഇൻ ഇൻഫർമേഷൻസ് ആണ്, അതായത് നമ്മുടെ ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുക്കേണ്ട ഭാഗമാണ്. അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഫോണിൽ ഓപ്പണായി കിടക്കുന്ന ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കുക. വീണ്ടും അത് ഒന്നും കൂടെ അടിച്ചിട്ട് കൺഫേം കൊടുക്കുക. എന്നിട്ടൊരു പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന പാസ്വേഡ് അല്ല കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു സൈറ്റിലേക്ക് കയറാൻ ഉപയോഗിക്കുന്ന പാസ്വേഡാണ്. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ടൊരു പാസ്വേഡാണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. നമ്മളെപ്പോൾ ഈ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യാൻ വന്നാലും നമ്മുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും അവർ ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ എപ്പോഴും ഓർമ്മയിലുള്ള ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുക്കുക. പിന്നെ നമുക്കിവിടെ അക്കൗണ്ട് സെക്യൂരിറ്റിയാണ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് സെക്യൂർ ചെയ്ത് വെക്കാനായിട്ടുള്ള ഭാഗമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മുടെ നമ്മൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ട് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റാതെ വന്നാൽ നമ്മുടെ അക്കൗണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് കൃത്യമായിട്ടുള്ള ആൻസർ കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ അമ്മയുടെ പേര്, നിങ്ങളുടെ വെഡ്ഡിങ് ഡേറ്റ്, അങ്ങനത്തെ പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയുള്ളത് കൊടുക്കാം. നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ അമ്മയുടെ പേരോ അല്ലെങ്കിൽ വെഡ്ഡിങ് ഡേറ്റോ അങ്ങനെയുള്ളതൊക്കെ കൊടുക്കുക. കാരണം നിങ്ങൾ ഫേവററ്റ് കളർ അങ്ങനത്തെ ഒന്നും കൊടുക്കാതിരിക്കുക. കാരണം പലർക്കും നമ്മളിപ്പോൾ ഒരു ഫേവററ്റ് കളറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കിപ്പോൾ ഒരു ബ്ലാക്ക് കളറായിരിക്കും ഇഷ്ടം, ചിലപ്പോൾ ഒരു അടുത്ത മാസം ആകുമ്പോൾ നമുക്ക് വേറൊരു കളറായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഇതിനകത്ത് കൺഫ്യൂഷൻസ് വരും. അതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻസ് വരാത്ത ക്വസ്റ്റ്യൻസ് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ആൻസർ കൊടുക്കുക. പിന്നെ താഴത്തെ ഭാഗം റെഫറൽ ഐ ഡി കൊടുക്കാനാണ്. റെഫറൽ ഐ ഡി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പിന്നെ നമുക്കിവിടെ ക്യാപ്ച കൊടുക്കാനാണ്. അപ്പോൾ ഇതിൽ ക്യാപ്ച വരുമ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് അവർ കൊടുത്തേക്കുന്നത്, അവർ ക്യാപിറ്റലാണ് കൊടുത്തേക്കുന്നത് ക്യാപിറ്റൽ, അല്ലെങ്കിൽ സ്മോൾ ലെറ്ററിലാണ് കൊടുത്തേക്കുന്നത് സ്മോൾ ലെറ്റർ, നമ്പേഴ്സാണ് കൊടുത്തേക്കുന്നതെങ്കിൽ നമ്പേഴ്സ്, അത് കൃത്യമായിട്ട് അതേപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇവിടെ കൺഫേം കൊടുക്കുക, രജിസ്റ്റർ കൊടുക്കുക. അപ്പോൾ നമ്മൾ പുതിയൊരു ടാബിലേക്ക് പോകും. അപ്പം പുതിയൊരു ടാബിലേക്ക് പോയി കഴിയുമ്പോഴാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. അപ്പം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് അന്ന് മുതൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ആ ഒരു അക്കൗണ്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യാനായിട്ട് എപ്പോൾ കയറിയാലും നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത് സൈൻ ഇൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കണം. നമ്മൾ സൈനപ്പ് ചെയ്തപ്പം കൊടുത്ത ഇമെയിൽ ഐ ഡി കൊടുക്കണം. എന്നിട്ട് അന്നേരം നമ്മൾ കൊടുത്ത പാസ്വേഡും കൃത്യമായിട്ട് അടിച്ചു കൊടുക്കണം. എന്നിട്ട് ഇവിടെ ക്യാപ്ച വരും. ആ ക്യാപ്ച അതേപോലെ തന്നെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് സൈൻ ഇൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ്. എൻ്റെ പാസ്വേഡും ഇതുപോലെ ഇവിടെ കൊടുത്തിട്ടുള്ള ക്യാപ്ചയൊക്കെ അതേപോലെ തന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി സൈൻ ഇൻ എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ കുറച്ച് നേരം പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കും. എന്നിട്ടാണ് നമ്മുടെ ആ ഒരു അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് വരുന്നത്. നമ്മുടെ വർക്ക് ചെയ്യാനായിട്ട് കയറുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് വരുന്നത്. അപ്പം ഞാനിവിടെ സിൽവർ മെമ്പറാണ്. അപ്പം മെമ്പർഷിപ്പൊക്കെ നമുക്ക് ഇതിനകത്ത് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് പറഞ്ഞു തരാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും നമ്മുടെ അക്കൗണ്ടിലെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫസ്റ്റ് ഇൻ്റർഫേസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവർവ്യൂ, PPC ആഡ്, ഇൻബോക്സ്, സെറ്റിങ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു PPC ആർട്സ് എന്ന് പറയുന്ന ഭാഗത്താണ് നമുക്ക് വേണ്ട ആർട്സും കാര്യങ്ങളും എല്ലാം അവർ തരുന്നത്. അപ്പോൾ എനിക്കിന്ന് 8 ആർട്സാണ് വർക്കിന് വേണ്ടി തന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ ദിവസം നമുക്ക് കിട്ടുന്ന ആർട്സിൻ്റെ എമൗണ്ട് ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് മിനിമം 8 ആർട്സ് മുതലാണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. 8 മുതൽ 12, 13 ആർട്സ് വരെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തു തരും സിൽവർ മെമ്പേഴ്സിന്. അപ്പോൾ മെമ്പർഷിപ്പ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ആർട്സിൻ്റെ എണ്ണവും കൂടും.
അപ്പോൾ സിൽവർ മെമ്പർ എന്ന് പറയുന്നത് നമ്മൾ 1 രൂപ പോലും പേയ്മെൻറ്റ് കൊടുക്കാതെ കിട്ടുന്ന മെമ്പർഷിപ്പാണ് സിൽവർ. അപ്പോൾ നമ്മുടെ മെമ്പർഷിപ്പ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സിൽവർ മെമ്പറായിട്ട് തന്നെ നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു 4000 രൂപ മുതൽ ഏൺ ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് പറ്റും. അപ്പോൾ കൂടുതൽ എമൗണ്ട് വേണമെന്നുള്ളവർക്ക് നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് ഇതിനെക്കാട്ടിലും കൂടുതലും എമൗണ്ട് കിട്ടുന്ന മെമ്പർഷിപ്പൊക്കെ നിങ്ങൾക്ക് എടുത്തിട്ടും വർക്ക് ചെയ്യാം. അപ്പോൾ ഞാനെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു സിൽവർ മെമ്പർ തന്നെയാണ്. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യേണ്ട ഭാഗം PPC ആഡ്സ് ആണ്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഇതിനകത്ത് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട്, SMS വെരിഫിക്കേഷൻ എന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു നമ്പറിലേക്ക് അവർ SMS ഒക്കെ അയച്ചിട്ട് അതിൻ്റെ കോഡൊക്കെ തരും. അങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് ഇവിടെ വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് PPC ആഡ്സ് എന്നുള്ള ഭാഗം നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ ഇതുപോലെ നമുക്ക് ഓരോ ആഡ്സ് ഇവിടെ വരും. അപ്പോൾ ഇതിൽ കാണുന്നത് കണ്ടോ, ആഡ് ID #6139 അങ്ങനെ ആ ഒരു കാണുന്ന ആ ഒരു നീല ഭാഗത്തോ അല്ലെങ്കിൽ ഒരു ബോക്സിലോ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആഡ്സിലോട്ട് പോകും. ആഡ്സിലോട്ട് പോകുമ്പോൾ ജസ്റ്റ് പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. നിങ്ങൾ 1 സെക്കൻഡ് അവിടെ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതേപോലെ തന്നെ ബാക്ക് അടിച്ച് വരിക. ബാക്ക് അടിച്ച് വരുമ്പോൾ ഈ ഫസ്റ്റ് കിടക്കുന്ന ആഡ് റിമൂവ് ആകും. കാരണം നമ്മളത് കണ്ടു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് അത് റിമൂവ് ആകും. എന്നിട്ട് അടുത്ത ആഡ് കാണുക. അങ്ങനെ നമുക്ക് തന്നേക്കുന്ന എല്ലാ ആഡ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ഇതിനകത്ത് വർക്ക് വരുന്നത്. സിമ്പിളായിട്ടുള്ള വർക്കാണ്. അങ്ങനെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ അന്നേരം തന്നെ നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ ആ ഒരു എമൗണ്ട് നമുക്കിവിടെ ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. അല്ല വരെ ഞാൻ വർക്ക് ചെയ്തതിൻ്റെ പേയ്മെൻറ്റൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ 2 days വർക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എനിക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ടും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 0.91 സെൻറ്റാണ് എൻ്റെ ഇതുവരെ ഞാൻ ചെയ്തതിൻ്റെ എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു എമൗണ്ട്. അപ്പോൾ ഇത് വിഡ്രോ ചെയ്യാറായിട്ടില്ല. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം കണ്ടോ, എനിക്ക് ഓരോ ദിവസവും കിട്ടിയിട്ടുള്ള ക്ലിക്സുകളാണ് 13, 8, 8, 13, 12, 9, 8 അങ്ങനെ ഓരോ ദിവസവും വരുന്ന ക്ലിക്കും അതിനനുസരിച്ച് എനിക്ക് കിട്ടിയേക്കുന്ന എമൗണ്ടുകളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് വർക്കും കാര്യങ്ങളും എല്ലാം വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ PPC എന്നുള്ള ഭാഗത്ത് വന്നിട്ട് നിങ്ങളുടെ ആഡ്സ് കണ്ടിട്ട് നിങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്തോളണം. നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിക്കോണം. നമ്മൾ കൊടുത്തേക്കുന്ന എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കിക്കോണം. അഥവാ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെറ്റിങ്ങിൽ കയറിയിട്ട് നിങ്ങൾക്കത് കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് ക്ലിയർ ആക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്തുനിന്ന് എങ്ങനെയാണ് കൂടുതൽ എമൗണ്ട് ഏൺ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ ഫ്രണ്ട്സിനെ. പിന്നെ നമുക്ക് റെഫർ ചെയ്യാം. നമുക്ക് ഇവിടെ റെഫറൽ എന്നും പറയുന്ന ഭാഗത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ റെഫറൽ കോഡൊക്കെ കിട്ടും. അത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ട് അവരെ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ അതിനകത്തുനിന്ന് അവർ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു എമൗണ്ടൊക്കെ ചെറിയൊരു ഭാഗം നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും. അങ്ങനെയാണ് ആ ഒരു ഭാഗമൊക്കെ വരുന്നത്. പിന്നെ മെമ്പർഷിപ്പ് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാമെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ അതിൽ തന്നെ സിൽവർ മെമ്പർ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതായത് ഇതുപോലത്തെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. മെമ്പർഷിപ്പ് ടൈപ്സ് എന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഗോൾഡൻ മെമ്പർഷിപ്പ് ഓർ ബ്രോൺസ് മെമ്പർഷിപ്പാണ് ഈ സിൽവർ അല്ലാതെ വരുന്ന 2 മെമ്പർഷിപ്പുകൾ. അപ്പോൾ സിൽവറിനെക്കാട്ടിലും കുറച്ചും കൂടി അഡ്വാൻറ്റേജ് അവർക്കായിരിക്കും. അപ്പോൾ നമുക്കിതാ നോക്കിക്കോ, സിൽവർ മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ടുള്ള മെമ്പർഷിപ്പാണ്. അതിനകത്ത് ലിമിറ്റഡ് ആഡ്സ് ആണ്. ഒരു ആഡ് കാണുന്നതിന് 0.01 ആണ് എമൗണ്ട് വരുന്നത്. ലിമിറ്റഡ് പേ ഔട്ട്സ് ആണ്. അതുപോലെ തന്നെ $50 മുതലാണ് നമുക്കിതിനകത്തുനിന്ന് പേ ഔട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ലിമിറ്റഡ് ഓട്ടോ പേ ഔട്ടാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സിൽവർ മെമ്പർഷിപ്പിൽ വരുന്നത്. ബ്രോൺസ് ആകുമ്പോഴത്തേനും കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഡെയിലി നമുക്ക് $2 വരെ ഇതിനകത്തുനിന്ന് ഡെയിലി നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ടോ. അപ്പോൾ നമ്മൾ സിൽവറുകാരൊക്കെ ആകുമ്പോൾ $1 തികച്ച് കിട്ടത്തില്ല, $1 താഴെയായിരിക്കും. പക്ഷേ ബ്രോൺസ് ഒക്കെ ആകുമ്പോൾ ഡെയിലി $2 വെച്ച് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് അവർ പറയുന്നത്. അപ്പം കൂടുതൽ ആഡ്സ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഒരു മാസം നമ്മൾ സിൽവറുകാർക്ക് കിട്ടുന്നതിനെക്കാട്ടിലും ഡബിളായിട്ടുള്ള എമൗണ്ടാണ് ബ്രോൺസ് മെമ്പർഷിപ്പൊക്കെ എടുക്കുന്നവർക്ക് കിട്ടുന്നത്. അപ്പം
അതുപോലെ തന്നെ ഗോൾഡ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതലായിരിക്കും. $5 വരെ $5 മുതൽ നമുക്ക് ഡെയിലി നമുക്ക് ഈ ഗോൾഡ് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് കിട്ടും. അപ്പോൾ നിങ്ങളത് വെച്ചൊന്ന് കണക്ക് കൂട്ടി നോക്കണം. 30 ദിവസം ആകുമ്പോഴത്തേക്ക് എത്രത്തോളം രൂപ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും ഒരു 10,000 മുകളിൽ ഒക്കെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും നിങ്ങളുടെ അക്കൗണ്ട് അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്താൽ. അപ്പോൾ നമുക്ക് അക്കൗണ്ട് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഇതാ കുറച്ച് എമൗണ്ട് നമുക്ക് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഈ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള സിൽവർ മെമ്പർഷിപ്പ് തന്നെ വെച്ചിട്ട് വർക്ക് ചെയ്യാം. സിൽവർ മെമ്പർഷിപ്പ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ താമസിച്ചിട്ടായിരിക്കും നമുക്ക് ആ ഒരു വിഡ്രോ ലിമിറ്റൊക്കെ എത്തുന്നത്. അപ്പോൾ നമ്മൾ ആ അപ്ഗ്രേഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ ആർട്സ് കിട്ടും, കൂടുതൽ ഏണിങ്സും കിട്ടും. അപ്പോൾ ഇതിൻ്റെ പേ ഔട്ട് എന്നുള്ള സെക്ഷനിൽ പോയി കഴിയുമ്പോഴാണ് വിഡ്രോസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്താ നോക്കിക്കോ, അപ്പോൾ $50 മുതലാണ് മിനിമം പേ ഔട്ട് വരുന്നത്. അപ്പോൾ സിൽവർ മെമ്പേഴ്സിന് മിനിമം പേ ഔട്ടിലേക്ക് വരാൻ കുറച്ച് സമയമെടുക്കും. 1 മന്തൊക്കെ മിക്കവാറും നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. അതല്ലാതെ നമ്മൾ നമ്മുടെ അക്കൗണ്ട് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാട്ടിലും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എമൗണ്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഏത് രീതിയിലാണ് ഇതിനകത്തുനിന്ന് വിഡ്രോ ചെയ്തെടുക്കാൻ പോകുന്നത് ആ ഒരു മെത്തേഡൊക്കെ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ബാങ്കിലോട്ട് വേണമെങ്കിലും വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ്. അതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ നമുക്ക് മിനിമം പേ ഔട്ടിൻ്റെ ആ ഒരു എമൗണ്ട് ആവണം. അപ്പോൾ ഞാനിതിൽ വർക്ക് ചെയ്ത് ആ ഒരു എമൗണ്ട് എത്തിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ലൈവായിട്ട് വിഡ്രോ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്തുകൊള്ളുക. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഓൺലൈൻ ജോബ്സൊക്കെ കൂടുതലായിട്ട് അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ റിലേറ്റീവ്സിനും സ്റ്റുഡൻസ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ അയച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും അവർക്കൊക്കെ യൂസ്ഫുൾ ആകുന്ന വീഡിയോസ് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തികച്ചും ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ധാരാളം സൈറ്റുകളും ആപ്സുകളും ഒക്കെ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചാനൽ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.